ഹായ്, ഇന്നത്തെ വിഷയം പാലസ്തീനും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള വാർ. അതിനെ അതിനോട് ബന്ധപ്പെട്ടിട്ട് പാലസ്തീൻ വിജയിച്ചു അല്ലെങ്കിൽ ഇസ്രായേൽ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന പാപ്പരാസികൾ, ന്യൂസ് ചാനൽസ്, സോഷ്യൽ മീഡിയ, ഇതിനകത്ത് തോറ്റുപോയി എന്ന് പറയാൻ നമ്മുടെ ലോകം മാത്രമേ ഉള്ളൂ. നമുക്കൊക്കെ എപ്പോഴും എടുത്തു കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് എടുത്തു കാണിക്കുന്ന മനുഷ്യത്വം, അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് എൻ്റെ കുട്ടി, എനിക്ക് പിറന്നിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ മകളോ അല്ലെങ്കിൽ നമ്മുടെ പേരക്കിടാങ്ങളോ മനുഷ്യത്വമുള്ളവരായിരിക്കണം, അതല്ലെങ്കിൽ അവരൊരു മനുഷ്യനെ പോലെ നല്ലൊരു മനുഷ്യനായിട്ട് മാറണം എന്നാണ് നമ്മൾ ബേസിക്കലി ചിന്തിക്കുന്നുണ്ടാവുക. ഇവിടെ അവർക്ക് മുന്നിൽ വയ്ക്കാൻ നമുക്ക് ലോകത്തിൽ പല ഉദാഹരണങ്ങളുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഒരു രാജ്യത്തിനെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജനവിഭാഗത്തെയോ ഒന്നും എടുത്തു കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതിനെയൊക്കെ ധ്രുവീകരിച്ച് അല്ലെങ്കിൽ ഇതിനൊക്കെ അതിൻ്റെ ഈ മനുഷ്യത്വത്തിൻ്റെയും മാനവികതയുടെയൊക്കെ അർത്ഥങ്ങൾ മനസ്സിലാക്കാതെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നേതാക്കന്മാർ തന്നെ മുന്നോട്ട് വരികയും ആ ഒരു മനുഷ്യന് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അവസ്ഥ എന്ന് പറയുന്നത് ലോകമാണ് തോൽക്കുന്നത്. അതായത് ഈ രാജ്യം, ഈ ഭൂമിയിൽ എത്ര ജനങ്ങളുണ്ടോ അവർക്കൊക്കെ ഇന്ന് ഒരു തോൽവി സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് ഇതിനോടത്ത് പറയാനുള്ളത്. കാരണം മാനവികതയോ മനുഷ്യത്വം ഒന്നും ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ ഇസ്രായേൽ ഗസ മാത്രമല്ല, നമുക്ക് മുന്നിലുള്ള ഉക്രൈൻ റഷ്യ വാറുണ്ട്, അതുപോലെ നൈജീരിയയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എല്ലായിടത്തും എവിടെയൊക്കെയാണോ ഈ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കലാപങ്ങൾ ഉണ്ടാകുന്നത്, അതിൽ മനുഷ്യർ മരിച്ചു പോകുന്നു. മനുഷ്യർ മാത്രമല്ല, അവിടെ സാമൂഹികമായിട്ട് ജീവിച്ചിരുന്ന, അതിനോട് ചുറ്റപ്പെട്ട് ജീവിച്ചിരുന്ന കുറേ ഉണ്ടായിരിക്കും. ഇപ്പം അവരുടെ വളർത്തുമൃഗങ്ങളുണ്ടായിരിക്കാം, പക്ഷികളുണ്ടായിരിക്കാം. ഇതെല്ലാം ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് ഇതാണ് നന്മ നിറഞ്ഞ ലോകം എന്ന് നമ്മൾ കാണിക്കാൻ എന്താണോ ആഗ്രഹിച്ചത്, ഉദാഹരിക്കാൻ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത്, അതില്ലാതെ ആയിത്തീരുന്നൊരവസ്ഥയിലേക്കാണ് ഇന്ന് സമൂഹത്തിൻ്റെ പോക്ക്. അപ്പോൾ ഇവിടെ ആരും വിജയിച്ചതായോ എനിക്ക് തോന്നിയിട്ടില്ല. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവരുടെയും ഒരു പരാജയമായിട്ടാണ് ഇത് എനിക്ക് കാണാൻ കഴിയുന്നത്. താങ്ക് യു.